ധന്യ, ബിഗ് ബോസ് 7ാം സീസൺ ഇപ്പോൾ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോഗ്രാം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരുമോ? അങ്ങനെ ചില സൂചനകൾ കേൾക്കുന്നതാണ്. അത്തരം ചില കാര്യങ്ങൾ ഇന്നലെ പ്രചരിച്ചിരുന്നു. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് 7ന്റെ പണി നൽകുന്ന ഒരു സീസണാണ്, സീസൺ 7. അതായത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കുറേ മത്സരാർത്ഥികൾ, ഒന്നിനും കൊള്ളാത്ത, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തതെന്ന് നമ്മൾ പറയില്ലേ, ആ തരത്തിലുള്ള കുറേ മത്സരാർത്ഥികൾ വന്നിരുന്നിട്ട് ഒരു സ്ട്രാറ്റജി വെച്ചിട്ട്, അതായത് എന്നെ നെഗറ്റീവായിട്ട് ഒന്നും ആരും പറയരുത്, ഞാൻ ഇതിൻ്റെ അകത്ത് സേഫ് ഗെയിം കളിക്കാൻ വരുന്നവരാണ്, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ്. ഇപ്പം എന്തൊക്കെ നമ്മൾ അതിനെ കുറ്റം പറഞ്ഞാലും, ഈ നേരത്തെ പ്രേമലാലേട്ടൻ പോലെ നമ്മുടെ നടന വിസ്മയം മോഹൻലാലൊക്കെ ഇതിൻ്റെ അവതാരനായി വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷെ ഒരു എന്റർടൈൻമെന്റ് ആണ്. നമ്മൾ അതിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. മഴവെള്ള പാത്തിയുടെ പരസ്യത്തിൽ പോലും അഭിനയിക്കാൻ മോഹൻലാൽ സന്നദ്ധമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് കിട്ടുന്ന അവസരങ്ങൾ അതാണ്. അതെ, ഇത്രയും വലിയ താരാരാധനയുള്ള ഒരു നടനാണെങ്കിലും ഇതേപോലെ മഴപ്പാത്തിയുടെ പരസ്യത്തിൽ അഭിനയിച്ച പണം കിട്ടുമെങ്കിൽ അതിനും തയ്യാറാകുന്ന ഒരാളാണ് മോഹൻലാൽ എന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നു. മറ്റ് സിനിമകളിലൊക്കെ, അതായത് ഇതര ഭാഷാ സിനിമകളിൽ നായക പ്രാധാന്യം ഇല്ലെങ്കിൽ പോലും ക്യാരക്ടർ റോളിന് പോലും നമ്മുടെ ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ പോയി അഭിനയിക്കുന്നു. അപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ച് ബിഗ് ബോസ് മറ്റൊരു ഇടം, അത്രേ ഉള്ളൂ. അപ്പം ലാലേട്ടൻ അത് അവതരിപ്പിക്കുന്നതിനപ്പുറം പണ്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു കലാരൂപം ഇപ്പോൾ ബിഗ് ബോസ് ആയി വരുന്നു. നാട്ടിൻ പുറങ്ങളിൽ ഈ അമ്മച്ചിമാരും ചില ഈ 30 വയസ്സിന് മുകളിലുള്ള 35 വയസ്സിന് മുകളിലുള്ള ചില ആളുകളൊക്കെ ഈ ജോലിയും കൂടി ഇല്ലാതെ ഇരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഈ നുണകൾ പറയുന്ന നുണയേഷനും പറയുന്നത്, അതിപ്പോൾ ഇതിൻ്റെ അകത്ത് ആ കലാരൂപം നശിച്ചിട്ടില്ല, ഇപ്പോഴും ഉണ്ട് ചിലയിടങ്ങളിൽ. അതിപ്പോൾ ഒരു പ്രോഗ്രാമായി അവതരിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മലയാളികളുടെ പൊതു പ്രശ്നങ്ങളാണ്. അതായത് അയൽക്കാരന്റെ വീട്ടിലോട്ട് എത്തി നോക്കുക, അതെ, പിന്നെ കപട സദാചാര ബോധം, ലൈംഗിക ദാരിദ്ര്യം, ഇതൊക്കെ കൃത്യമായി വിൽപ്പന ചരക്കാക്കുക, അത് കൃത്യമായി ചിത്രീകരിച്ച് സ്വീകരണ മുറിയിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്ന പാതകമാണ് സത്യത്തിൽ ഏഷ്യാനെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അത് എന്റർടൈൻ ചെയ്യാൻ കുറെ ആളുകളുണ്ട്. ഞാനിപ്പോ ശനിയും ഞായറും മാത്രം കാണുന്ന ഒരാളാണ്. കാരണം മോഹൻലാൽ ശനിയും ഞായറും കാണാം, മോഹൻലാൽ വരുന്നത് ശനിയും ഞായറുമാണ്. അപ്പൊ ഈ ലാലേട്ടൻ പറയുന്നതും സംസാരിക്കുന്നതും വഴക്ക് പറയുന്നതും ഒക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ശനിയും ഞായറും ഇരുന്ന് കാണാറുണ്ട്. പിന്നെ റോക്കറ്റ് സയൻസ് ആണല്ലോ അതിൽ ചർച്ച ചെയ്യുന്ന മോഹൻലാൽ വന്നിട്ട് വഴക്ക് പറയാൻ ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ, എന്താ പോലെ. അതെ, അപ്പോ ഈ എന്താ പറയുക, ഇപ്പൊ ഈ മത്സരാർത്ഥികളെ കൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ലാത്തത് കൊണ്ടാണ്. സംശയം ചോദിക്കട്ടെ, ഈ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ, അതിൽ കണ്ടസ്റ്റന്റ് ആകാനുള്ള യോഗ്യതാ മാനദണ്ഡം എന്താണ്? 10 പേരെ തെറി വിളിക്കുക, നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കുക, പിന്നെ ഒരാളെ വിളിച്ചിരുത്തിയിട്ട് അയാളെ പിന്നെ എന്താ മാക്സിമം തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ പറ്റുന്നതിന് മാക്സിമം വിളിച്ച് അയാളെ പ്രകോപിതരാക്കി ഞാൻ വലിയ സംഭവമാണെന്ന് 10 പേരെ കൊണ്ട് പറയിപ്പിക്കുക, പിന്നെ നെഗറ്റീവ് ഉണ്ടാക്കുക, പിന്നെ എന്താ പറയുക, എല്ലാത്തിലും ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കുക. കുറെ നെഗറ്റീവ് ഉണ്ടാക്കിയാൽ തന്നെ ബിഗ് ബോസിൽ വിളിക്കാനുള്ള പ്രാഥമികമായി. അങ്ങനെയാണെങ്കിൽ ഈ ബിഗ് ബോസ് 7 അല്ല, ഒരു 17 സീസണെങ്കിലും മിനിമം തുടങ്ങണം. കാര്യം നാട്ടിൽ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നവർ കുറച്ച് കാലത്തേക്കെങ്കിലും അതിൻ്റെ അകത്ത് കൊണ്ട് ഇരുത്തുമല്ലോ. അതെ, കുറച്ച് നാളത്തേക്ക് അതിന് ശല്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ബിഗ് ബോസ് നിർത്തുന്നു എന്ന് പറഞ്ഞ് ഒരു ഇത് പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ മത്സരാർത്ഥികളൊന്നും ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളില്ല. ഒരു ഗെയിമോ അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു കാര്യത്തിൽ ഇവർക്ക് വേണ്ടത്ര ശ്രദ്ധ, ഇവരെ വെറുതെ വരുന്നു, പൈസ വാങ്ങുന്നു, പൈസ കൊടുത്താണല്ലോ ഇവരെ കൊണ്ടിരുത്തുന്നത് ഈ 100 ദിവസവും. അപ്പോൾ പൈസ വാങ്ങാനുള്ള ഉത്സാഹമൊന്നും ഈ ഗെയിം കളിക്കാനോ ഇതിൻ്റെ അകത്ത് വന്ന് നിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാനോ ഒന്നും ഇവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് കഴിയുന്നില്ലെങ്കിൽ താൽക്കാലികമായി ഞങ്ങൾ ഇവരെ ചിന്തിച്ച ഒരു കാര്യം ഇവരിൽ നിന്ന് കിട്ടുന്നില്ല. ഈ ചിന്തിച്ച കാര്യം കിട്ടാത്ത കാര്യം എന്താണെന്നുള്ളത് സാമാന്യ യുക്തിയിൽ മനസ്സിലാകും. കാര്യം ആളുകൾക്ക് ജിജ്ഞാസ ഉണ്ടാക്കുന്ന ഇത്തിരി എരിവും പുളിയുള്ള സാധനമൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് വേണം. പക്ഷെ ഇവര് സേഫ് മോഡിലാണ് വെക്കൊണ്ടിരിക്കുന്നത്. ഇവര് സേഫ് മോഡിൽ കളിക്കുന്ന. അതിനിടയ്ക്ക് ഈ രേണു സുധി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്, സുധിയുടെ ഭാര്യ. അപ്പൊ ഇവര് വരുന്നതിന് മുൻപ് തന്നെ വീഡിയോ ഒക്കെ ചെയ്തു വെച്ചു, ഞാൻ ഫസ്റ്റ് എലിമിനേഷൻ ഉണ്ടാകും, നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം. ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്, അല്ല എന്ന് പറയുന്നുണ്ട്. ഇത് പിന്നീട് കഴിഞ്ഞ ആഴ്ച ഇത് ചർച്ചയായി. അപ്പോൾ ഇതിപ്പോ നമ്മൾ തന്നെ സംസാരിക്കുന്ന രീതിയിലേക്ക്, ഇപ്പൊ മാധ്യമങ്ങൾ തന്നെ ഇത് സംസാരിക്കുന്ന രീതിയിലേക്ക് ഇത് പോകുന്നുണ്ട് എങ്കിൽ അത് കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. നമുക്ക് ഡൈജസ്റ്റ് ആവാത്ത കുറെ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തലയ്ക്ക് എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ നമുക്ക് ഭ്രാന്തെടുക്കുന്നത് എന്താന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും.
പിന്നെ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ വലിയ എന്താ പറയുക ഭയങ്കര ഭംഗി എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നവർ ദൈവമേ ഇത്രേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. പിന്നെ ആഹാരത്തിൻ്റെ വില നന്നായിട്ട് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ കഴിയും. മേക്കപ്പിൻ്റെ ഒരു പരിധി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാക്കിയിട്ട് ഈ നാടിന് എന്താ അല്ല, നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ആളുകൾ കുറച്ചുകൂടെ മനസ്സിലാക്കണം. നമ്മൾ ഈ പുറമേ കാണുന്ന ലുക്ക് ലെവലും ഒന്നും അല്ല ഇവർക്ക് എന്നുള്ളത്. കറണ്ട് പോകുമ്പോൾ അയൽ വീട്ടിലും കറണ്ട് ഇല്ല എന്ന് കിട്ടുമ്പോൾ അതറിയുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം. അതെ, നമ്മളെയൊക്കെ പോലെ തന്നെ എന്നറിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊരു ഒരുമാതിരി സന്തോഷമാണ് പ്രേമലാലേട്ടാ. എന്തായാലും ഈ ഷോ കൊണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വന്നിരിക്കുന്ന മത്സരാർത്ഥികളെ കൊണ്ട് വീട്ടുകാർക്ക് കുറച്ച് സമാധാനം കിട്ടും. പിന്നെ ഈ എന്താ പറയുക ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു ഇതുണ്ടല്ലോ, ആ സമയം വരെ വീട്ടുകാർക്കൊരു സമാധാനം ഉണ്ടാവും. അത്രയും ദിവസം ഇതുങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഒരുമിച്ച് അടിയും കുടിയും പിടിയും വലിയും ഒക്കെ നടത്തി ഇതിൻ്റെ അകത്ത് കിടക്കുമല്ലോ, വീട്ടുകാർക്കൊരു മനസ്സമാധാനം കിട്ടില്ല. അങ്ങനെ പിന്നെ കുറച്ച് ഫെയിം ആഗ്രഹിച്ചൊക്കെ വരുന്നവരുണ്ട്. ഇതിന്ന് പണ്ട് റോബിൻ എന്നും പറഞ്ഞ ഒരു അലർച്ച വീരനുണ്ടായിരുന്നു, ഡോക്ടർ റോബിൻ. ഇപ്പോൾ ആ സിനിമ നിർമ്മിക്കാൻ വന്നു, സിനിമയിൽ അഭിനയിക്കുന്നു, എന്തൊക്കെയോ ഒരു പേരും ഒക്കെ ഇട്ട് ആ സിനിമയുടെ കാര്യങ്ങളൊന്നും. പിന്നെ എന്ത് ഇരട്ട മുഖമെന്ന് എങ്ങനെ ഇരട്ട വാച്ചെന്ന് അങ്ങനെ എന്തോ പറഞ്ഞ് ഒരു സിനിമയൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞ് അത് കുറേ നാൾ അയാളെ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കായിരുന്നു. എല്ലായിടും ചെന്ന് അലറി വിളിയായിരുന്നു ജോലി. അത് സ്വന്തം പ്രൊഫഷൻ എന്താണെന്ന് പോലും ചിന്തിക്കാതെ ഫെയിമിന് വേണ്ടി കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. പിന്നെ ഇതുവഴി രക്ഷപ്പെട്ട കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഇത് എന്ന് വെച്ചാൽ ഇതിൽ കണ്ടിട്ട് പിന്നെ സിനിമയിലൊക്കെ പോയ കുറച്ച് പേരുണ്ട്, സിനിമയിലെടുത്ത കുറച്ച് പേരുണ്ട്. മെയിനായിട്ട് ആളുകൾ വരുന്നത് പണം മോഹിച്ചാണ്. കാരണം ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ എമൗണ്ട് പറഞ്ഞാണ് വരുന്നത്. ഇപ്പോൾ ഒരു ദിവസം 25,000 രൂപയാണ് ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിൽ അയാളൊരു 30 ദിവസം അവിടെ നിന്നാൽ 25,000 × 30 നമ്മൾ കണക്കൂട്ടുമ്പോൾ അതൊരു വലിയ തുകയായിട്ട് കൈ കിട്ടും. അപ്പോൾ ഒരുവിധം ബാധ്യതകളുള്ളവർക്ക് ഇതുവഴി ആ ബാധ്യതകൾ തീർക്കാം. പിന്നെ പലരുടെയും കുടുംബം നശിച്ചിട്ടുണ്ട്, പലരും ഡിവോഴ്സ് ആയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് വന്നതിന് ശേഷം. പലരുടെയും കാമുകന്മാരും മറ്റ് കാമികമാരോടെ അങ്ങനെ പോയ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നാൽ എന്ത് സംഭവിക്കാം? കുടുംബം ഒന്നുകിൽ വരുന്നവർ ഡിവോഴ്സ്ഡ് ആയിരിക്കണം, ഭർത്താവുമായി വലിയ ബന്ധങ്ങളൊന്നും കാണരുത്. പേളിമാണി ബമ്പർ അടിച്ചു. പേളിയോട് ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു ഇത്രയും ഈ ബിഗ് ബോസിൽ ഇത്രയും ആളുകൾ വന്നു പോയിട്ടും നമുക്കൊരു സ്നേഹം ഇപ്പോഴും നിൽക്കുന്നത് പേളിയോടാണ്, പേളിമണിയോടാണ്. കാരണം അവർ അതിനുശേഷം അതിൽ നിന്ന് അവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവരുടെ വിവാഹ ജീവിതം മുന്നോട്ട് പോയി. ഇവരിതൊക്കെ കാണിക്കുന്നത് ഒറിജിനൽ ആണോ സ്ക്രിപ്റ്റഡ് ആണോ എന്നൊക്കെ ഉള്ള. പക്ഷെ പേളി പിന്നീട് അവിടെ നിന്നുണ്ടായ പേളിയുടെ ഒരു ചേഞ്ച് മാറ്റം അത് കുറേ പേർക്ക് മോട്ടിവേറ്റ് ആയിട്ടുണ്ട്. ആ ജീവിതം കുറേ പേർക്ക് മോട്ടിവേറ്റ് ആയിട്ടുണ്ട്. അതൊരു വല്ലാത്ത പഴയൊരു ജേതാവുണ്ടല്ലോ സാബുമോൻ. സാബുമോനെ കുറിച്ച് അതിനു മുമ്പ് നമ്മൾ കരുതിയിരുന്ന ഒരു കൊമേഡിയൻ ചളിയടിക്കും. അതെ 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 അതെ. പക്ഷെ ഈ ബിഗ് ബോസിൽ വന്നതോടുകൂടിയാണ് അയാളുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്ന് ആളുകൾ അയാളൊക്കെ എന്താ പറയുക അയാളുടെ യഥാർത്ഥ സ്വഭാവം അവിടെ കാണിച്ച് കളിച്ച ഒരാളാണ് സാബുമോൻ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരൊക്കെ ആ ഒരു സീസണൊക്കെ അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റിയ സീസൺ. ചുമ്മാ ഈ എൻ്റെ തുണി നീ എടുത്തില്ലേ, നിന്നെ പിന്നെ ഈ എന്ത് ജട്ടിക്കഥകളൊക്കെ ഇടയ്ക്ക് ജട്ടി മോഷണം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ബിഗ് ബോസ് കണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന്റെ കൂട്ടത്തിൽ വെറുതെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മുമ്പൊരു മലയാളി ഹൗസ് ഉണ്ട്, രാഹുൽ ഈശ്വറൊക്കെ പങ്കെടുത്ത. അപ്പൊ അതിന്റെ ഒരു നിലവാരമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭേദം എന്നൊക്കെ കരുതി. അതില് നമ്മുടെ മറ്റേ അശ്വമേധമൊക്കെ അവതരിപ്പിക്കുന്ന ജി എസ് പ്രദീപ് പിന്നെ എൻ്റെ സൗന്ദര്യമാണ്, എനിക്ക് സൗന്ദര്യം ഒരു ശാപമാണ് എന്നൊക്കെ പറഞ്ഞൊരു പെങ്കൊച്ചുണ്ട്. അതിനെ ഇപ്പൊ കാണാനും ഇല്ല. ഇടയ്ക്ക് 2 സിനിമകളിലൊക്കെ അതുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇത്. അപ്പൊ ഇതൊക്കെ നമ്മള് പോലുള്ളവർക്ക് ഈ വാർത്തയുടെ ലോകത്തൊക്കെ നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് സ്ട്രെസ് റിലീഫ്. ഞാൻ ഈ സാധനം ഇതുവരെ കണ്ടിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഈ ഫേസ്ബുക്ക് ഫീഡ് വരുമ്പോൾ ഈ അലമ്പ് കാണുമ്പോൾ തന്നെ ഞാൻ പരമാവധി സ്കിപ്പ്. കണ്ടിട്ടില്ലെങ്കിൽ കാണാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, ഇത് ബേസിക്കലി അറിയാം ഇങ്ങനെയുള്ള സെറ്റപ്പ് ആണെന്നുള്ളത് അറിയാം. അതിൻ്റെ പുറകെ തൂങ്ങി അതിൻ്റെ കൂടെ സ്ട്രെസ് കേൾക്കാൻ തൽക്കാല സൗകര്യമില്ല.